സ്ട്രിങ് ടണലിലെ നെക്സ്റ്റ് സൈസാണ് വരുന്നത് 450 × 250. 450 ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്, 250 ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ആ മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ പവർ ഇവിടെയാണ് വരുന്നത്, ഓൺ ചെയ്യാം. നെക്സ്റ്റ് വിൻഡ് മില്ലാണ് വരുന്നത്, അത് ഓൺ ചെയ്യാം. മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹീറ്ററുകൾ ഓൺ ചെയ്യാം. ഹീറ്ററിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. ഇതിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നമ്മളുടെ പ്രോഡക്റ്റിന് റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഹീറ്റ് നമുക്കതിനകത്ത് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്ന കൺവെയർ ആണ്. കൺവെയർ ഓൺ ആക്കുമ്പോഴാണ് ഇത് കൺവെയർ മൂവ് ചെയ്ത് തുടങ്ങുന്നത്. കൺവെയർ സ്പീഡ് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ റിക്വയർമെൻ്റുള്ള സ്പീഡും ഹീറ്റും നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എൽ സീലറിൽ സീൽ ചെയ്ത പ്രോഡക്റ്റ്സ് ഇതിൽ വെച്ച് എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് കാണാം. ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ വീണ്ടും അടുത്തത് റെഡി ആയിട്ടുണ്ട്. ഈ ബാറ് വെച്ച് പ്രസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതുപോലെ 4 സൈഡും സീൽ ചെയ്ത് ഇനി നേരെ സ്ട്രിങ് ടണലിലേക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ 2 ബോക്സ് കയറ്റി വിട്ടതാണ്. ഈ 2 ബോക്സും വളരെ പെർഫെക്റ്റ് ആയിട്ട് ഷ്രിങ്ക് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളുടെ പ്രോഡക്ട്സ്, ബോക്സിനകത്തുള്ള പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഷ്രിങ്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. എൽ സീലറിൽ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സാധനം കട്ടായി ഇതുപോലെ നമുക്ക് ബാച്ച് ചെയ്യാൻ പാകത്തിന് വരും. ഇനി നമുക്കിതിനെ മെഷീനിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽസ് നമ്മൾ ഷ്രിങ്ക് ചെയ്ത് വന്നിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇത് നമുക്ക് ഷ്രിങ്ക് ആയിരിക്കുന്നത്. ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെ ഒരു കാർട്ടൺ പീസ് വെച്ച് കൊടുത്താൽ നമുക്കതിനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസിൻ്റെ ബോട്ടിലാണ്. ഇതിനെ ബാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ പൗച്ചിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ എൽ സീലറിൽ പ്ലേസ് ചെയ്യാം, സീൽ ചെയ്യാം. ഇതുപോലെ ഇതായിട്ടുണ്ട്. ഇതിന് നമുക്ക് നേരെ മെഷീനിൽ പ്ലേസ് ചെയ്യാം. ഇതുപോലെ നമ്മൾ പ്ലേസ് ചെയ്തു. ഇതിൻ്റെ കോർണറിലേക്ക് പിടിച്ചു. 2 കോർണറിലും ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡിയായി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ ആവശ്യമായുള്ള സൈസിൽ പൗച്ച് ഫോമായി. ഇനി നമുക്കിതിനെ മെഷീനിൽ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ജ്യൂസിൻ്റെ ബോട്ടിൽസ് നമ്മൾ ബാച്ച് ചെയ്തതാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഷ്രിങ്ക് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജ്യൂസ് ആകട്ടെ, മറ്റ് ബോട്ടിൽസ് ആവട്ടെ, വെള്ളമാകട്ടെ, മറ്റേതെങ്കിലും പ്രൊഡക്ട്സ് ആവട്ടെ, നിങ്ങൾക്ക് ഷ്രിങ്ക് റാപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പാക്കിംഗ് മെഷീൻസ്, കോഡിംഗ് മെഷീൻസ്, സ്ട്രാപ്പിംഗ് മെഷീൻസ് മുതലായ മെഷീനുകളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു സൂപ്പർ ഹിറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.